This is Abin from Xavier. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പിൾ ന്യൂസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ 2026 വരുന്ന കാര്യമാണ്. ഇപ്പോഴൊന്നുമല്ല, 2026 നമ്മുടെ ആപ്പിൾ ഗൂഗിളായിട്ട് കിടപിടിക്കാൻ വേണ്ടി ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനെ വെട്ടിക്കാൻ വേണ്ടി ആപ്പിളിൻ്റെ സ്വന്തം ഒരു സെർച്ച് എഞ്ചിൻ വരുത്താൻ പോവുകയാണെന്ന് നല്ല രീതിക്കുള്ള റൂമർ കേൾക്കുന്നുണ്ട്. ഈ ഒരു സെർച്ച് എഞ്ചിൻ കൊണ്ടുവന്നതോടുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ എല്ലാ യൂസേഴ്സും ഈ പറയുന്ന ആപ്പിളിൻ്റെ സെർച്ച് എഞ്ചിനിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സെർച്ച് എഞ്ചിനും ആപ്പിളിന് സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വരുന്ന കുറേ കാറുകളിൽ ആ കാറുകളുടെ ഹീറ്റർ, അതായത് സീറ്റിൻ്റെ ഹീറ്ററും പിന്നെ AC ഇവൻ്റൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ വേണ്ട കാലഘട്ടമാണ്. അപ്പോൾ മിക്കവാറും ഇനി വരുന്ന ഈ ഒരു ആപ്പിളിലെ സെർച്ച് എഞ്ചിനും സെർച്ച് ചെയ്ത് റിസൾട്ട് കിട്ടണമെങ്കിൽ മിക്കവാറും സബ്സ്ക്രിപ്ഷൻ വേണ്ട വരും. അതേപോലെ നമ്മുടെ അടുത്ത ന്യൂസാണ്, ഇന്നല്ല നാളല്ല മറ്റന്നാളല്ല എന്ന് പറഞ്ഞ് കുറേ നാളെ നമ്മൾ കേൾക്കുന്നു ആപ്പിളിൻ്റെ AR/VR ഹെഡ്സെറ്റ് വരും. പക്ഷേ ഇപ്പോൾ അതിലൊരു 80% ലീക്കേഴ്സും പറയുന്നത് 2023 നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ AR/VR ഹെഡ്സെറ്റ് വരും എന്നാണ്. ഇപ്പോൾ വന്ന് AR/VR ഹെഡ്സെറ്റിൽ ഗെയിം കളിച്ച് ആ ഒരു ഗെയിമിൽ തോറ്റാൽ ആ ഒരു AR/VR ഹെഡ്സെറ്റിനെ ബ്ലാസ്റ്റ് ചെയ്ത് നമ്മൾ മരിച്ചു പോകാനുള്ള ചാൻസ് വരും ഇപ്പോൾ AR/VR ഹെഡ്സെറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഈ ഒരു 2023 അവസാനത്തിനുള്ളിലെങ്കിലും ആപ്പിൾ ഈ ഒരു AR/VR ഹെഡ്സെറ്റ് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു AR/VR ഹെഡ്സെറ്റിന് റിയാലിറ്റി OS എന്നായിരിക്കും പേരും കൊടുക്കാൻ പോകുന്നത്. അതേപോലെ AR/VR ഹെഡ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു AR/VR ഹെഡ്സെറ്റിൽ നമ്മുടെ ഇപ്പോൾ MacBook Airലൊക്കെ റിലീസായ M2 ചിപ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ പവർ ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യവും നമുക്കറിയില്ല. അതൊരു ചെറിയ ലീക്കായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iPhone SE ഇല്ലേ, എത്ര പേര് iPhone SE ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ iPhone SEയുടെ 4th ജനറേഷൻ എന്ന് പറയുന്നത് ഒരു മാറ്റമില്ല, iPhone XR തന്നെയാണ്. കാരണം ഇനി വരുന്ന iPhone SE 4th ജനറേഷനിൽ iPhone XRൻ്റെ ബോഡിയിൽ ഒരു 5.7 ഇഞ്ച് അല്ലെങ്കിൽ 6.1 ഇഞ്ചിൽ ഒരു LED അല്ലെങ്കിൽ OLED ഡിസ്പ്ലേ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന ആപ്പിൾ iPhone SE 4th ജനറേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നത്. അത് മിക്കവാറും A16 ബയോണിക് ചിപ്പ് ആവാനാണ് ചാൻസ്. കാരണം ഇപ്പോൾ A15 ബയോണിക് ചിപ്പ് ഇപ്പോൾ 2-3 ജനറേഷനിലായിട്ട് അവന്മാർ ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു A16 ബയോണിക് ചിപ്പായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു iPhone SE എടുക്കുന്നതിൽ ഞാൻ ഒരിക്കലും ഒരു കുറ്റം പറയില്ല. ഇപ്പോൾ iPhone SE എടുക്കുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. കാരണം ആ ഒരു പവർഫുൾ ചിപ്പാണെങ്കിൽ പോലും ഹോം ബട്ടണിൽ ഒരു ഐഫോൺ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു iPhone SE ഫുൾ ഹോം സ്ക്രീൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഫുൾ സ്ക്രീനായിട്ടുള്ള ഡിവൈസ് വേണമെങ്കിൽ അതായിരിക്കും എന്തായാലും ബെറ്റർ. ആപ്പിൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ പ്രൊഡക്റ്റും ഇപ്പോൾ പ്രോ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് അൾട്ര എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iPad അൾട്ര എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിന് ഏകദേശം 16 ഇഞ്ചായിരിക്കും ഈ പറയുന്ന ഡിസ്പ്ലേ സൈസ്. 2023 iPad അൾട്ര എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് റിലീസ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കേൾക്കുന്ന ന്യൂസ്. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ യൂസേഴ്സും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ഐഫോൺ യൂസേഴ്സും നോക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് നമ്മുടെ ഡിവൈസിൽ 5G നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഇപ്പോൾ iOS 16.2ൻ്റെ ബീറ്റ 2ൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിന് 5G ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആസ് വി ഓൾ നോ നമ്മുടെ കേരളത്തിൽ 5G ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരു യൂസേഴ്സിനും നമുക്ക് 5G ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനോ പറ്റില്ല. നമുക്ക് ഒന്നെങ്കിൽ ചെന്നൈ, അതേപോലെ കുറച്ചും കൂടെ സെലക്റ്റഡ് കുറച്ച് സിറ്റീസിൽ മാത്രമേ 5G ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് 5G യൂസ് ചെയ്യാനും എനേബിൾ ചെയ്യാനും പറ്റുള്ളൂ. iOS 16.2ൽ 5Gയുടെ ഓപ്ഷൻ വരുമെന്നാണ് ഇപ്പോഴും ആപ്പിൾ കൺഫേം ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു അടുത്തുള്ള എല്ലാ ആപ്പിൾ ന്യൂസുകളുടെ
റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആണെങ്കിൽ നമ്മൾ ചന്നം പിന്നം റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എൻ്റെ പൊന്നുമക്കളെ അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തു. കാരണം അടിപൊളിയായുള്ള ലീക്സും റൂമേഴ്സും പ്രത്യേകിച്ച് വാൾപേപ്പേഴ്സും അടിപൊളിയായ വാൾപേപ്പേഴ്സും കുറേയധികം കൂട്ടുകാർ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വാൾപേപ്പറും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിലും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം ആപ്പിൾ ലീക്സും റൂമേഴ്സും റീൽസൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ തൊട്ടതാത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Malayalam.